ഞാൻ ഡോക്ടർ രാകേഷ് പി, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്, ദയ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂർ. ഓൾസോ ഇന്ത്യൻ അക്കാഡമി പീഡിയാട്രിക്സിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ പാസ്റ്റ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണ്. ഞാനിന്ന് വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. വേൾഡ് ഒബിസിറ്റി ഡേ നമ്മൾ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്, വേൾഡ് ഒബിസിറ്റി ഡേ. അപ്പോൾ ഇതിലൊരു പ്രാധാന്യം ഇന്ത്യക്കുണ്ട്. യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം എവറി 1 in 10 children will be from India who are obese. അതായത് 2030 വർഷമാകുമ്പോൾ 2030 എവറി 1 child out of 10 children will be from India who are obese. അപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മൾ കുട്ടികൾക്ക് അമിതമായ വണ്ണം, ഒബിസിറ്റി എന്ന് പറയുന്നത് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ, നമ്മൾ പല വേസ്റ്റിൽ അങ്ങനത്തെ പല സ്ഥലത്തും ഫാറ്റ് ഡെപ്പോസിഷൻ ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി വരുന്നതാണ് ഈ അമിതവണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? ഇതിൽ മാതാപിതാക്കളുടെ റോൾ എന്താണ്? ടീച്ചേഴ്സ് സ്കൂളിൽ എന്താ ചെയ്യാൻ പറ്റുക? ഇത്ര കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ ബോഡി മാസ് ഇൻഡെക്സ് BMI വഴിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും മോർ ദാൻ 27 ഉണ്ടെങ്കിലാണ് അത് നമ്മൾ ഒബിസിറ്റി എന്ന് പറയുന്നത്. അതൊരു ക്ലാസിക്കൽ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിലേക്ക് പോവാണ്ടിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റാണ്. എക്സസീവായിട്ട് റിഫൈൻഡ് ഷുഗേഴ്സ്, അതുപോലെ ചോക്ലേറ്റ്സ്, സ്വീറ്റൻഡ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് കോള, ജ്യൂസ്. നമ്മളൊരു ഡ്രിങ്ക്, എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ലേബിളൊന്നും നോക്കുക, അതിൻ്റെ ഷുഗർ കണ്ടന്റ് എത്രയുണ്ടെന്ന്. 25 mg/kg ഒരു ദിവസം നമുക്ക് ഒരു ഇത്രയും ഷുഗർ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലേബിൾ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം ഇതിൽ ഷുഗർ കണ്ടന്റ് എത്രയുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവും ചിലപ്പോൾ ഈ ഇതിൻ്റെ ലേബിൾസ് കാണും. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് മേടിക്കുമ്പോഴും, ഇപ്പോൾ നമ്മളൊരു പാക്കറ്റോ അല്ലെങ്കിൽ ഡ്രിങ്കോ മേടിക്കുമ്പോൾ നമ്മുടെ ലേബിൾ ചെക്ക് ചെയ്യണം, അതിൽ കണ്ടന്റ് എന്താണെന്നുള്ളത്. കുട്ടികൾക്ക് ഇത് ട്രെയിനിങ് കൊടുക്കണം. ഇതിൽ എത്ര % ഷുഗർ ഉണ്ട്, എത്ര % സോഡിയം ഉണ്ട്. ഫുഡ് പാക്കറ്റ് ആണെങ്കിൽ, പൊട്ടറ്റോ ചിപ്സ് ആണെങ്കിൽ എത്ര % സോഡിയം ഉണ്ട്, എത്ര % ഷുഗർ ഉണ്ട്. ഇത് പഠിപ്പിക്കണം കുട്ടികളെ. അപ്പോൾ ഇത് നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ നിത്യം നമ്മൾ സാധനങ്ങൾ മേടിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. പിന്നത്തെ കാര്യം, നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ, അതുപോലെ മൊബൈൽ, അതുപോലെ എനിത്തിങ് TV, ഇത് മോർ ദാൻ 2 hours per day പാടില്ല. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആക്ടിവിറ്റി കുറയാണ്. അപ്പോൾ പ്ലേയിങ് ഒരു 1 hour ദിവസം കളിക്കണം. അറ്റ്ലീസ്റ്റ് സം കൈൻഡ് ഓഫ് ആൻ എക്സസൈസ് ഒരു 1 hour വേണം. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുന്നുള്ളത്, ഇറ്റ് ഷുഡ് കം ഫ്രം ദ സ്കൂൾ. ടീച്ചർമാർ ട്രെയിനിങ് കൊടുക്കണം കുട്ടികൾക്ക്. എന്ത് കണ്ടന്റ് ആണ് കാണേണ്ടതെന്നുള്ളത് മീഡിയയിൽ, അത് എത്ര മണിക്കൂർ, നോട്ട് മോർ ദാൻ 2 hours. പ്ലേ ആക്ടിവിറ്റി കൂട്ടാന്നുള്ളതാണ്. ഇത് ചെറുപ്പം തൊട്ടേ കൊണ്ടുവരണം. പിന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, നമ്മൾ എന്താ കഴിക്കണമെന്നുള്ള ഭക്ഷണം അത് നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കണം. ച്യൂ ചെയ്തിട്ട് കഴിക്കണം. നമ്മൾ ധൃതിയിൽ കഴിക്കാൻ പാടില്ല, ച്യൂ ചെയ്തിട്ട് കഴിക്കണം. തറോലി നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കണം. നമ്മളിപ്പോൾ പ്രോട്ടീൻസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, വെജിറ്റബിൾസ് മോർ ദാൻ 5 vegetables per day കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പ്രോട്ടീൻ അതിൻ്റെ ഒപ്പം, ഫിഷ്, മീറ്റ് അതിൻ്റെ ഒപ്പം കഴിക്കാം. പക്ഷെ കൂടുതൽ കഴിക്കേണ്ടത് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഡയറ്റിനെ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെ വേണം. ഞാൻ പറയാന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം വേണം. ഏത് ഡയറ്റാണ് നമ്മുടെ ബോഡിക്ക് എത്ര പ്രോട്ടീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ നോൺ വെജ് ഇങ്ങനെ കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ അത്ര പ്രോട്ടീൻ്റെ ആവശ്യമില്ല. നമുക്കൊരു റിക്വയർഡ് എമൗണ്ട്, റിക്വയർഡ് ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഓവറായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മൾ കഴിക്കാം, എല്ലാം കഴിക്കാം. വി ഷുഡ് ഇൻക്ലൂഡ് എവറിത്തിങ്. ഡയറ്റിലെല്ലാം വേണം, ബട്ട് ഇൻ റിക്വയർഡ് എമൗണ്ട്സ്. അപ്പോൾ അത് ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് പച്ചക്കറി, ചീര, തൈര്, മുട്ട, നോൺ വെജ് ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് നമുക്ക് എല്ലാം കൂടെ കഴിക്കണം. എല്ലാം കഴിക്കണം എന്നുള്ളതാണ് ഒരു ഇത്. ബട്ട് ഇറ്റ് ഷുഡ് ബി മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ഒരു ചാപ്റ്റർ തന്നെ വേണം ഡയറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വേൾഡ് ഒബിസിറ്റി ഡേ എത്ര കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ഈ ഫുഡ് ചാലഞ്ചസ്, ഇപ്പോൾ ഈ ഇടെ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഫുഡ് ചാലഞ്ചസ്. ഈ ഫുഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത്
ഇത് ഭയങ്കര ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. പല ഫുഡ് ചാലഞ്ചസും പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് മീഡിയ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും, നിങ്ങൾക്ക് പ്രൈസ് കിട്ടും, നിങ്ങൾക്ക് ഫെയിം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഓൾ ഓവർ ദ വേൾഡ് ഈ ഫുഡ് ചാലഞ്ചസ്. പക്ഷെ ഈ ഫുഡ് ചാലഞ്ചസ് ഇത് വളരെ എന്താ പറയുക ഡേഞ്ചറാണ്. ഫുഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഹെൽത്തി പ്രാക്ടീസ് ആണത്. ടോട്ടലി അൺഹെൽത്തി പ്രാക്ടീസ്. നമ്മൾ കുറച്ച് ഭക്ഷണം സ്പീഡിൽ കഴിക്കുന്നു, അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാവണ ഒരേ സൈഡ് എഫക്ട്സ്, അതായത് ചോക്കിങ്. നമ്മൾ ഇത്രയും ഭക്ഷണം പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് ചെല്ലുമ്പോൾ, നമ്മൾ വായക്കോടെ കഴിക്കുമ്പോൾ ചോക്കിങ് പോലെ വരും. ഫുഡ് തടയുക, നമുക്ക് ശ്വാസം കിട്ടാതാവുക. ഈ ചോക്കിങ് വന്നിട്ട് തന്നെ കുറച്ച് പേര് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുപോലെ ഈ ഫുഡ് ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ സ്റ്റൊമക്ക് ഇങ്ങനെ സ്ട്രെച്ച് ആവും, അറിയാണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ആവും. അതായത് ഫുഡ് കൂടുതൽ ഇങ്ങനെ കഴിച്ച് നമ്മുടെ സ്റ്റൊമക്കിന്റെ സർക്കംഫറൻസ് ഇങ്ങനെ സ്ട്രെച്ചായി അപ്പൊ അത് കൂടുതൽ അതൊക്കെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോണതാണ് ഫുഡ് സ്ട്രെച്ചിങ്. പിന്നെ വോമിറ്റിംഗ് ഉണ്ടാവുക, ഛർദിക്കാൻ വരാ ഈ കൂടുതൽ ഫുഡ് ചെല്ലുമ്പോൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫുഡ് ചാലഞ്ചിന് പകരം നമ്മൾ ഇനി നോക്കേണ്ടത്, പല വേദികളിലും ഫുഡ് ചാലഞ്ചസ് ഒരു വലിയ കാര്യം, പക്ഷെ ഇതൊരു വളരെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്ക് പ്ലാങ്ക് എക്സസൈസിൽ പ്ലാങ്ക് ചാലഞ്ച് ചെയ്യാം, അതുപോലെ പുഷപ്പ് ചാലഞ്ച് ചെയ്യാം. ഇതൊക്കെയാണ് വേണ്ടത്. ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. പുഷപ്പ് ചാലഞ്ച്, പ്ലാങ്ക് എത്ര മിനിറ്റോളം നിന്നു. ഓഫ് കോഴ്സ് ഇതിന് കുറച്ച് ട്രെയിനിങ് വേണം, നമ്മുടെ ബോഡി സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യണത് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇത്തരം ചാലഞ്ചിലോട്ട് നമുക്ക് മനസ്സിലാവും എക്സസൈസ് എത്രത്തോളം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ബോഡിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു മൈൻഡ് ഇത് വരും, നമ്മൾ ഇത്രയും എക്സസൈസും ഇതുകളും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വേൾഡ് ഒബിസിറ്റി ഡേ നമ്മൾ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും സൂക്ഷിക്കണം, കുട്ടികളത് എങ്ങനെയെങ്കിലും എത്തിക്കണം, നമ്മൾ ബോധവൽക്കരാവണം. ഫസ്റ്റ് പാരൻസിന് ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളൊരു ഇത് വേണം. റിലാക്സ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, ഇങ്ങനത്തെ ഒരു തോട്ട്ഫുൾ ഈറ്റിംഗ് എല്ലാവർക്കും കൊണ്ടുവരണം. സ്വീറ്റും അങ്ങനത്തെ ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ അമിതവണ്ണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു.